അലൈക്കും വറഹ്മത്തുള്ളാഹി. 2023-24 അധ്യയന വർഷത്തിലെ 2ാം ക്ലാസ്സിൻ്റെ അരക്കൊല്ല പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇംതിഹാനു നിസ്ഫു സന എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഫുസ്ഥാനി 2ാം ക്ലാസ്സിൻ്റെതാണ്. ഇവിടെ ഇസ്മുദ്ദാരിസ്, കുട്ടിയുടെ പേര് അറബിയിലോ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റും. കുട്ടികൾ ഇവിടെ എഴുതാം. ഇവിടെ അവരുടെ റക്കം, റോൾ നമ്പറാണ് എഴുതേണ്ടത്. പിന്നീടുള്ളത് ഹയ്യാ നസ്വിലു, ഒന്നാമത്തെ ക്വസ്റ്റ്യന് വരച്ച് യോജിപ്പിക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആ വരച്ച് യോജിപ്പിക്കാം എന്നുള്ള ക്വസ്റ്റ്യനിൽ 10 മാർക്കാണ് അതിനുള്ളത്. അതിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. ഇത് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ടതാണ്. ഇത് അവരുടെ ടീച്ചർമാർ അത് വായിച്ചു കൊടുക്കുമ്പോൾ ആ ശ്രദ്ധയോടുകൂടെ അതിലേക്ക് തന്നെ വരച്ച് യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് തെറ്റിയാൽ ബാക്കിയൊക്കെ തെറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉസ്താദുമാർ, മുഅല്ലിമമാർ വായിച്ചു തരുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യുക, മിസ്സുമാർ വായിച്ചു തരുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ദാലിക ജസറുൻ, അത് ജസറാണ്, ക്യാരറ്റാണ്. അപ്പം ക്യാരറ്റിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും. ഒരിക്കലും അത് ക്യാരറ്റാണെന്നൊന്നും ടീച്ചർ വായിച്ചു തരില്ല. ദാലിക ജസറുൻ. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇത് നേരെ ഇതിൽ നിന്നും ഇതിലേക്ക് വരക്കണം, ജസറിലേക്ക് വരക്കണം. നെക്സ്റ്റ് തിൽക്ക മിസ്ത്വറത്തുൻ. മിസ്ത്വറത്ത് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറുകളാണ്. മിസ്ത്വറത്ത് എന്ന് പറഞ്ഞാൽ സ്കെയിലാണ്, സ്കെയിലിലേക്ക് വരക്കാം. തിൽക്ക മിസ്ത്വറത്തുൻ, അത് മിസ്ത്വറത്താണ്. പിന്നീട് ദാലിക അംബജുൻ, അത് മാംഗോ, അംബജാണ്. അപ്പോൾ ഇതിലേക്ക് വരക്കുക. ദാലിക ബാദിൻജാനു, അത് ബാദിൻജാനാണ്. അപ്പോൾ അതാണ് ബാദിൻജാൻ. അംബജ് മാംഗോ, ബാദിൻജാൻ വഴുതന. തിൽക്ക സബ്ബൂറത്തുൻ, അത് ബോർഡാണ്, ബ്ലാക്ക് ബോർഡ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരക്കുക. ഇങ്ങനെ വരച്ച് കറക്റ്റാക്കി കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. ശ്രദ്ധിച്ച് ചെയ്താൽ മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റും. ഇനി 2ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇത് നുറക്കിബു അൽ കലിമത്ത ഫിൽ മിസാൽ. താഴെ തന്നതുപോലെ മാതൃകയിലുള്ള പോലെ എന്ത് ചെയ്യാം, യോജിപ്പിച്ച് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ക്രമീകരിക്കാനാണ്. ഷുബാക്ക്, ഇവിടെ ഷു ബാ അലിഫ് ബാ കുൻ. അപ്പോൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്തത് മാ ല് ആ ബുൻ, മൽ അബുൻ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം, മൽ അബിനെ ശരിക്ക് ഇതിലേക്ക് കൂട്ടിയിട്ട് എഴുതണം. ഈ ഒരു ലൈനിലൂടെ മൽ അബുൻ എഴുതണം, കൂട്ടി എഴുതണം. മക്തബത്തുൻ, അത് കൂട്ടിയിട്ട് ഈ ലൈനിലൂടെ എഴുതണം. മിസ്ത്വറത്തുൻ, അത് ഇതിലൂടെ എഴുതണം. ദഫ്തറുൻ, പിന്നെ ഉൽബത്തുൻ. 3rd വൺ ഹയ്യാ നക്തുബു അൽ അദദ, എണ്ണാം എഴുതാം. അപ്പോൾ ഇവിടെ കലമുൻ, ഒരു പേനയല്ല ഉള്ളത്. അപ്പോൾ കലമുൻ വാഹിദുൻ, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ കലമാനി, 2 പേനയാകുമ്പോൾ കലമാനി, കലമാനി ഇത്നാനി. ഇവിടെ 3 പേനയാകുമ്പോൾ സലാസത്തു അഖ്ലാമിൻ. ഇവിടെ 4 ആകുമ്പോൾ അർബഅത്തു അഖ്ലാമിൻ. ഇവിടെ അർബഅത്തു എന്ന് എഴുതണം. ഓക്കെ, അവരുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇവിടെ വാഹിദ് ഇത്നാനി സലാസ അർബ ഖംസ, ഖംസത്തു അഖ്ലാമിൻ, അങ്ങനെ എഴുതാം. നെക്സ്റ്റ് നതആറഫു, നമുക്ക് തിരിച്ചറിയാം. വനക്തുബു, എന്നിട്ട് എഴുതാം. ഇത് ഈ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ പേര് ഇതിൽ എഴുതാനാണ്. ഇവിടെ എഴുതേണ്ടത് ഹഖീബത്തുൻ എന്നാണ്. ഹഖീബത്തുൻ, ഇത് മിംഹാത്തുൻ, കുർസിയുൻ, മഖ്അദുൻ, താവിലത്തുൻ, പിന്നെ ഖലമുർ റസ്വാസ്, ഇങ്ങനെ ഇതിൻ്റെ പേര് എഴുതാം. ദെൻ അടുത്തത് 5ാമത്തത് ഹയ്യ നക്തുബിൽ അൽവാന അൽ മുവാഫിഖ, യോജിച്ച നിറങ്ങൾ ഏതെന്ന് എഴുതാം.
അപ്പോൾ തുഫാഹിന് ഏത് നിറമാണ്? അസ്വദാണോ, അഹ്മറാണോ, അഖ്ലറാണോ, അസ്ഫറാണോ? തുഫാഹ് അഹ്മർ, റെഡ് കളറാണ്. ഖുറാബ്, അൽ ഖുറാബു, ഇവിടെ അത്തുഫാഹു അഹ്മർ എന്ന് ഇവിടെ എഴുതണം. അൽ ഖുറാബു കാക്ക ഏത് കളറാണ്? അസ്വദ്, ബ്ലാക്ക് കളറാണ്. അപ്പോൾ അസ്വദ് എന്ന് ഇവിടെ എഴുതണം. നെക്സ്റ്റ് ഇത് ഫനസാണ്. അൽ ഫനസു അഹ്ലർ. ഓക്കെ, അതിവിടെ എഴുതുക. ഫനസിൻ്റെ കളറ് അഹ്ലറാണ്. ഓക്കെ, നെക്സ്റ്റ് അൽ മൗസു അസ്ഫർ, യെല്ലോ കളർ അസ്ഫർ, അത് ഇവിടുത്തെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ 8 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ആറാമതായിട്ട് ക്വസ്റ്റ്യൻ, ആറാമത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇത് ഹയ്യ നുക്മിലിൽ ഹിവാർ, സംഭാഷണം പൂർത്തിയാക്കാൻ. ഇത് 10 മാർക്കാണ്. അപ്പോൾ അൽ ഉമ്മു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ഉമ്മ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ വലത് എന്ത് പറയണം? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് ഇവിടേക്കെടുത്ത് എഴുതുക. നെക്സ്റ്റ് ഉമ്മ പറയാണ് മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇസ്മി ജമാൽ, അതിവിടെ എഴുതുക. വലത് ഇസ്മി ജമാൽ. ഓക്കെ, അൽ ഉമ്മു, ഇതിൽ ചോദ്യമല്ല കേട്ടോ, കുട്ടിൻ്റെ പേര് ഉമ്മാക്കറിയില്ലേ എന്നുള്ളതൊന്നും ചോദിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നതാണ്, അപ്പോൾ അത് മനസ്സിലാക്കുക. അൽ ഉമ്മു ഡാഷ് ബൈത്തുക്ക, ഉമ്മ ചോദിക്കുകയാണ് ഐന ബൈത്തുക്ക, നിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അൽ വലതു, ആൺകുട്ടി പറയാണ് ബൈത്തി എവിടെയാണ്? ഫിൽ ഖറിയത്തി, ഗ്രാമത്തിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അൽ ഉമ്മു, ഒരു ഉമ്മ ചോദിക്കുകയാണ് ഐന ഹക്കീബത്തുക്ക, നിൻ്റെ ബാഗ് എവിടെയാണ്? അപ്പോൾ വലത് പറയാണ് ഫിൽ ബൈത്തി, വലത് പറഞ്ഞു ഫിൽ ബൈത്തി. പിന്നീട് ഏഴാമതായി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹയ്യ നക്തുബിൽ കലിമാത്തി ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് വാക്യങ്ങൾ എഴുതാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഹാദ ഹാദിഹി, അതിൻ്റെ അപ്പുറത്ത് പദങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഹാദ കിതാബുൻ, അതുപോലെ തന്നെ ഹാദിഹി വെച്ചിട്ട് ഏതൊക്കെ എഴുതാൻ പറ്റുന്നത്? ഫറാഷത്ത് എഴുതാം. ഹാദിഹി ഫറാഷത്തുൻ, ഹാദിഹി ഷജറത്ത് എഴുതാം അതിലേക്കും. അപ്പോൾ ഇനിയുള്ളത് ഹാദ കലമ്, ഹാദ കിതാബ്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ 4ഉം ഇവിടെ ഓരോ ഡോട്ട് കൂടെ അങ്ങനെ എഴുതുക. ഹാദ കിതാബുൻ, ഹാദ കലമുൻ, ഹാദിഹി ഫറാഷത്തുൻ, പിന്നീട് ഹാദിഹി ഷജറത്തുൻ, അങ്ങനെ എഴുതാട്ടോ. ഓക്കെ, അപ്പോൾ അത് മുഅന്നസും മുദക്കറും സ്ത്രീലിംഗവും പുല്ലിംഗവും പഠിച്ചവർക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അത് 8 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് അവരുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 8ാമത്തെ ക്വസ്റ്റ്യന് ഹയ്യ നുലാഹിലി അസ്സൂറ, ഹയ്യ നുലാഹിലി സൂറത്തി വനക്തുബ് അർബഉ ജുമലിൻ ബി മുസാഅദത്തിൽ കലിമാത്ത്, ചിത്രം നിരീക്ഷിച്ച് 4 വാചകങ്ങൾ ഉണ്ടാക്കാനാണ്. ഇവിടെ അവർക്ക് പരിചയമുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പരിചയമുള്ള പദങ്ങൾ ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതുപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യുക? 4 വാചകങ്ങൾ ഈ ഒരു ലൈനിലൂടെ അവർ എഴുതണം. ഓരോ ലൈനിൽ ഓരോ വാചകങ്ങളാക്കിയിട്ട് എഴുതാം. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ ഹാദിഹി ഷജറത്തു, ഷജറത്തുൽ മൗസ് എഴുതാം. ഇത് വാഴയാണ്. ഹാദിഹി ഷജറത്തുൽ മൗസ്, അത് ഇതിൻ്റെ മുകളിൽ ഈ 1ാമത്തെ ലൈനിൽ എഴുതാം. അതുപോലെ തന്നെ വേറെയും പദങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? അവർ എഴുതണം. അൽ ജസറു ലദീദുൻ, ക്യാരറ്റ് മധുരമുള്ളതാണ്, രുചിയുള്ളതാണ്. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? അവർക്ക് എഴുതാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.